ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, രാവിലെ വെളുപ്പിന് തന്നെ എഴുന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇനി ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് പോവാം കേട്ടോ. ഞാൻ കിച്ചുകാരനും മിച്ചിക്കോട്ടും മാത്രമല്ല പോകുന്നത്, നമ്മുടെ അമ്മമാരും ഉണ്ട് കേട്ടോ. രണ്ട് അമ്മമാരും ഉണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് പോകാൻ വേണ്ടി ഇന്ന് രാവിലെ ഞങ്ങൾ പോവാം കേട്ടോ. അപ്പോൾ രാവിലെ ഇച്ചിക്കൂട്ടിനെ എഴുന്നേൽപ്പിക്കലാണ് ഏറ്റവും വലിയ പാട്. രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം മിച്ചിക്കൂട്ടിനെ വിളിച്ചെടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളെ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ ഉറക്കം മതിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞെടുക്കുക. ഇനി ഉറങ്ങണം എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ വാട നമുക്ക് ടാറ്റ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മടിച്ച് കൂടെ ഉറങ്ങണം അമ്മോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആളെ കൂളാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, ഇപ്പോൾ തന്നെ അമ്മാമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഭയങ്കര ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു. അത് രാവിലെ തന്നെയല്ല കേട്ടോ നമ്മൾ പോകുന്നത്, ചെക്കനെ കൊണ്ട് പോകണതല്ല. അപ്പോൾ അത്ര വെളുപ്പിന് അങ്ങ് പോകണ്ടെന്ന് വിചാരിച്ചു. നേരെ ഒന്ന് വെളുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ഉറക്കം എഴുന്നേറ്റ് ഒന്ന് അവനൊന്ന് ആക്റ്റീവാക്കി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവൻ ഉറക്കപ്പിച്ചയുടെ മൂടൊക്കെ ആയിരിക്കും അവന്. അപ്പോൾ ആൾ ശരിക്കും ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇവനെ എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിക്കാനാണ് ഏറ്റവും വലിയ പാട്. ഞാൻ രാവിലെ ഇച്ചിക്കൂട്ടായിട്ട് ഏറ്റവും അങ്കാരിക്കും കേട്ടോ, പല്ല് തേപ്പിക്കാൻ വേണ്ടിയിട്ട്. പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. രാവിലത്തെ ഉറക്കപ്പിച്ചൊക്കെ മാറിയിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്ന ആളാണ് കേട്ടോ. വീണ്ടും ഉറങ്ങാൻ വേണ്ടി പോയി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തമാശയാണ് കേട്ടോ, ഭയങ്കര കളിയാണ്. ഭയങ്കര തമാശ കളിക്കാൻ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. നമ്മൾ കളിപ്പിക്കാൻ വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി ഞാൻ ചെയ്യട്ടെ. പിന്നെ ഫൈനലി നമ്മൾ എല്ലാം സെറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ എടുത്തും തേച്ചിക്കൊട്ടൻ്റെ പുറകേലിരിക്കുന്നുണ്ട്. പിന്നെ എഴുന്നേക്കണേക്കാളും മുന്നേ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ആ പരിപാടിയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരെ തറവാട്ടിലേക്ക് വന്നു. അമ്മേനെ പിക്ക് ചെയ്തിട്ട് നേരെ ഇനി പെട്രോൾ പമ്പിലായിട്ടാണ് കേട്ടോ പോയത്. പെട്രോൾ പമ്പിൽ വന്ന് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ യാത്ര തുടരുവാണ്. കുറച്ച് നാളായിട്ട് അമ്മമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ ട്രിപ്പ് പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോവാറുണ്ട്, പക്ഷേ ഇങ്ങനെ ട്രിപ്പായിട്ട് പോക്ക് കുറവ്, അടുത്ത സ്ഥലങ്ങളിലേക്കാണ് പോവാറുള്ളൂ. അപ്പോൾ മൂന്നാർക്ക് അല്ലെങ്കിൽ വാഗമൺ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളെ വിചാരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ എല്ലാവർക്കും ഓരോരോ അസൗകര്യങ്ങളും കാര്യങ്ങളുമായിരുന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നായിരുന്നു അവിടെ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് എനിക്കും കിച്ചുവറിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഭയങ്കര നീർക്കെട്ടൊക്കെ ആയിട്ട് ചെക്കനും ഭയങ്കര പ്രശ്നമാണ്. കേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ നോക്കണ്ട, ഒരു മാസത്തായിട്ട് നോക്കണ്ട. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് അമ്മമാരും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോണ വഴിക്ക് നമ്മുടെ ചെക്കന്മാരെ കണ്ടിട്ടുണ്ട്. ചിത്തു നന്ദു വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടോ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡിങ് ആണ്, ഈ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് 3 രൂപ അടിച്ച് പൊളിച്ചിട്ട് വന്നതാണ് കേട്ടോ. നേരുമംഗലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കസിനുണ്ട് നേരുമംഗലത്ത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാർ പോവാ വഴി പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അവന്മാരെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിച്ചുക്കുണ്ട് രാവിലെ തന്നെ വന്നുകൊണ്ട് അത് രാവിലെ ആയതുകൊണ്ട് അവന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിച്ചു, പിന്നെ അവന് വേണ്ട. അപ്പോൾ നമ്മൾ ഓൺ ദ വെയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കഴിച്ചാണ്ടോ വണ്ടി നിർത്തി. ചീയപ്പാറ വാട്ടർഫോൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല, ഒരു ഇറ്റ് വെള്ളം പോലും അവിടെ ഇല്ല കേട്ടോ. ദേ കാണുന്നുണ്ട്, അവിടെ ഒരു മനുഷ്യ പോലും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് സംശയമായിരുന്നു ഞങ്ങോട് ചെന്ന് കഴിയുമ്പോൾ ആൾക്കാരുണ്ടാവുമോ എന്നുള്ളത്. കാരണം വെച്ചാൽ എക്സാമിൻ്റെ ഒക്കെ സമയത്തല്ലേ, അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് അങ്ങനെ പോകാൻ ചാൻസ് മേ ബി കുറവായിരിക്കും, തിരക്ക് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ 1-2 കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി ചായയൊക്കെ ഒന്ന് കുടിച്ചു കേട്ടോ. ഇവിടെ ചീയപ്പാറ വാട്ടർഫോൾസിൽ അങ്ങനെ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം മാർച്ച് സമയമാണല്ലോ. ഈ മാർച്ച് സമയത്ത് ആൾക്കാർ വരവ് അങ്ങനെ കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചേച്ചി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ദേ അവിടെ കുറേ കുട്ടന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊരു കുഞ്ഞ് കണ്ടോ അവിടെ ഇരുന്ന് പാല് കുടിക്കുന്നതാണ്ടോ കാണുന്നത്. അവർ ഭയങ്കര സ്നേഹം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. അത് താഴത്തേക്ക് അതിങ്ങനെ കിടക്കുകയാണ്, പക്ഷേ താഴത്തേട്ട് ഒന്നും ചാടി പോകുന്നില്ല. ഭയങ്കര സ്നേഹമെന്നാണ് പറയുന്നത്. ഇച്ചിക്കൊണ്ട് പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് കുരങ്ങന്മാരെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അവനെ പോയി വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അവന് ചായ കൊടുത്ത സമയത്ത് ഞാൻ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഇച്ചിക്കൂട്ടിനെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടം എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമായിട്ടോ. അവനിങ്ങനെ മാറി നോക്കുമായിരുന്നു. ദേ അമ്മൂ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് പറയുമായിരുന്നു കേട്ടോ, നമ്മൾ മുട്ടയൊക്കെ അവിടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റുമ്പോഴത്തേക്കൊക്കെ വന്ന് എടുത്തിട്ട് പോകുന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടും ഒരാൾ തന്നെ അവിടെ നിൽക്കണമെന്ന് ചേച്ചി പറയുമായിരുന്നേ. അവിടുന്ന് ചായയുടെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ പൈനാപ്പിളും വാങ്ങിക്കാമെന്നും പറഞ്ഞു അത് വാങ്ങിച്ചു കഴിച്ചു. നേരെ നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് കഴിച്ചപ്പോൾ ദേ കിടക്കണു. വേറൊന്നും അല്ല കേട്ടോ, വാള് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് നാളായിട്ട് എനിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വാളൂപ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ എന്ന് വെച്ചാൽ വണ്ടി കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേ കിടക്കണം, തീരെ വാളൂപ്പായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തിയതായിരുന്നു. നിർത്തിയതല്ല, ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഹൈ റേഞ്ച് കയറിയത് കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഒരു സൈഡിൽ ഞാനും
ഒരു സൈഡിൽ അമ്മയും. പക്ഷെ അമ്മ അങ്ങനെ ഛർദ്ദിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നു, പക്ഷെ അങ്ങനെ ഛർദ്ദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു അത്യാവശ്യം കുറച്ചൊന്ന് ഛർദ്ദിച്ചു. റേഞ്ച് കയറുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കിതാണ് കേട്ടോ. അപ്പോൾ വൊമിറ്റ് ചെയ്യണ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. കിച്ചോന്ന് അറിയാമായിരുന്നു മിക്കവാറും പോണ വയ്ക്ക് ചിലപ്പോൾ വാള വയ്ക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചോട്ടൻ ടാബ്ലറ്റൊക്കെ തന്നു, നമ്മളതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒന്ന് ഹെയറേജ് കയറി കഴിഞ്ഞപ്പോൾ പണി കിട്ടി. പിന്നെ നമ്മൾ മൂന്നാർ അങ്ങോട്ട് പോണ വഴിക്ക് ഭയങ്കര ഇതാട്ടോ, അതായത് പണി നടത്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്പേസില്ല, ഒട്ടും വീതിയില്ലല്ലോ, ഒറിഞ്ഞ റോഡല്ല. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് അത് അവിടെ പണിതുകൊണ്ടിരിക്കുക. അങ്ങ് ദൂരെ വരെ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ പോകണോണ്ട് നമുക്ക് ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. നല്ലതായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ തണുപ്പൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അതിനെ കറക്റ്റായിട്ട് അറിയത്തുണ്ടായിരുന്നില്ല. എന്തായാലും പോകാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മോ, ഈ പൂവിന് പറയുന്ന വാഗ എന്നെ അടിപൊളിയാണ് കാണാമെന്ന് പറയുമോ, സൂപ്പർന്ന് വെച്ചാൽ അടിപൊളിയാണ് കാണാൻ വേണ്ടി, നല്ല രസമാണ്. മൂന്നാർ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ നല്ല ഒരു അടിപൊളി വൈബാണല്ലോ, തേയിലത്തോട്ടവും പിന്നെ ഈ മരങ്ങളും. ആ മരത്തിൽ എന്ന് വെച്ചാൽ ഇലയൊന്നും അങ്ങനെ കാണാനില്ല കേട്ടോ. ഈ പൂ വൈലറ്റ് കളർ പൂ ഉണ്ടായിരിക്കുമ്പോൾ എൻ്റെ അമ്മോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, സൂപ്പറായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ പോണ സമയത്തെന്ന് വെച്ചാൽ സെപ്റ്റംബർ സമയത്തായിരുന്നു പോണത്. ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ മൂന്നാർക്ക് വരേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ചെറിയ ഒരു പൊടിമഴയും കാര്യങ്ങളൊക്കെ, അടിപൊളി നല്ല ക്ലൈമറ്റ് പൊളിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ. മാർച്ച് മാസം ആകുമ്പോൾ വെച്ചാൽ അത്ര ക്ലൈമറ്റ് നമുക്ക് ഉണ്ടാവില്ല. അതേ നേണ്ടോ ആ വാഗമരം പൂത്ത് നിൽക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടമാതിരി കുറേ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയെന്ന് വെച്ചാൽ ദൂരെ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഈ ഒരു കളർ കണ്ടോ, അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളവിടെ ഇറങ്ങിയില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോകണോണ്ട് പിന്നെ നമ്മളവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നില്ല. ചെന്ന് കഴിയുമ്പോൾ അവിടെ കാണാമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് മൂന്നാറിലേക്ക് വിടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂന്നാർ ടൗണിൽ ചെന്നു. നമ്മൾ ഫസ്റ്റ് പോയത് മാട്ടുപ്പെട്ടി ഡാമിലായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നേരെ ഗാപ്പ് റോഡില്ലായിരുന്നു, ഗാപ്പ് റോഡാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. മാട്ടുപ്പെട്ടി ഡാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ ഫസ്റ്റ് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടു. അപ്പോൾ അവിടെ കുറേ മുളക് ബജ്ജി, ഉള്ളിവട അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചായയൊക്കെ കുടിച്ചു. ആ പിച്ചുകൂട്ടം നല്ല ഉറക്കമാണ് കേട്ടോ, അവൻ ഉറങ്ങിയെന്ന് വെച്ചാൽ ഇച്ചിരി നേരമാണ് ഉറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെയാണ് കേട്ടോ. ഉള്ളിലേക്ക് കുറച്ചങ്ങ് നടന്നു പോകാൻ നല്ല അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോവാമെന്നൊക്കെ പറഞ്ഞു. പിച്ചോറിനൊക്കെ നേരത്തെ വന്നപ്പോൾ ഇതിലെ ആ വെള്ളത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങാമായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിലേ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പതുക്കെ ബ്രാഞ്ച് ഞങ്ങളെല്ലാവരും കൂടി നടന്നു. ആ പിച്ചുകൂട്ടൻ അങ്ങനെ ഉറങ്ങി ശരിയാവുമല്ലോ, അവനെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അവനെയും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ദൈവമേ വേണ്ടായിരുന്നു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചത്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഉള്ള കമ്പും കോലും സാധനങ്ങളും എല്ലാം അവന് വേണം. ചിക്കൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഒരു കമ്പ് ഒന്ന് കാണാൻ പാടില്ല, എല്ലാ കമ്പും വേണം. എന്നിട്ട് എനിക്കൊരു കമ്പ് വന്നു, കിച്ചോറിന് ഒരെണ്ണം കൊടുത്തു, അവൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. ഇതെല്ലാം മാറി നമ്മളിങ്ങനെ പിടിച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഇറങ്ങി നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് വാശിയായിരുന്നു കേട്ടോ. പിന്നെ ഇറക്കി നടത്തിയില്ല, കാരണം ഉറങ്ങുവാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുന്നില്ല കേട്ടോ. ചെരുപ്പ് കാറിൽ തന്നെ വെച്ചു. അപ്പോൾ കിച്ചേട്ടൻ പറഞ്ഞു വേണ്ട എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ എടുത്തു. പക്ഷെ അവൻ ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. ഓരോ കോഴി കാണുമ്പോഴും അവൻ അച്ഛേ എടുത്ത് തരുമോ അച്ഛേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചെക്കൻ. ഒരു പ്രകാരത്തിൽ സമാധാനപ്പെടുത്തി അപ്പറയുണ്ട്, തിരിച്ചു പോകുമ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് സെറ്റാക്കി എടുത്തു. നമ്മൾ മാത്രമല്ല കേട്ടോ, കുറേ പേരുണ്ട്, പുറകെക്കടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ നേരത്തെ മാട്ടുപ്പെട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഡാമിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. ഡാമിൻ്റെ അവിടെ വന്ന് മേൽഭാഗത്തെ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് കാണുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് താഴത്തേക്കൊന്നും ഇറങ്ങി വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാട്ടോ ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നടന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കാനൊക്കെ കുറച്ച് സ്പേസും കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടെ വന്ന് നിന്നു കേട്ടോ. മറ്റേ വെള്ളം കണ്ടോ, എന്ത് അടിപൊളിയായി കാണാമെന്നറിയോ, സൂപ്പറായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര എന്നാ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. ഇച്ചിക്കൂട്ടനെയും കൂട്ടി പിന്നെ ഇച്ചിച്ചോടൻ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടോ. അവിടെ അവന് വെള്ളം കാണിച്ചു കൊടുക്കാം, കാല് കഴുകിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. പക്ഷേ നല്ല ക്ലീൻ ആയിരുന്നു. പക്ഷേ അവിടെ വരെ വന്നിട്ട് അവിടെ ഇങ്ങനെ ചെളി ഇങ്ങനെ കൂടി കിടക്കുമായിരുന്നു കേട്ടോ ആ സൈഡിൽ. പിന്നെ അങ്ങോട്ട് അധികം ഇറങ്ങിപ്പോയിട്ടില്ല. അവനെ പിന്നെ വെള്ളം കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി വരുന്ന സംശയമായിരുന്നു.
നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോയില്ല കേട്ടോ. അവന് ജസ്റ്റ് വെള്ളം ഒന്ന് അടുത്ത് കാണിച്ചിട്ട് ഇങ്ങ് കയറി പോന്നു. പിന്നെ വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞാൽ പിന്നെ കയറി തന്നെ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞല്ലേ. പിന്നെ അമ്മമാർ നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. ഞാനും ഇച്ചിക്കൂട്ടനും കിച്ചോറിനും മാത്രമാണ് കേട്ടോ വെള്ളത്തിൻ്റെ അങ്ങോട്ട് വരെ നടന്ന് താഴത്തേട്ട് പോയുള്ളൂ. അമ്മമാർ വന്നില്ല കേട്ടോ, അമ്മമാർ വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസം കാണാൻ വേണ്ടി വലിയ മതിയായ വേരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ അവരുടെ 1-2 ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ചില്ല് ചെയ്ത് ഞങ്ങൾ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം പിന്നെ അതിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് നടന്നു. ഞാൻ പിന്നെ എല്ലാവരുടെയും കൈക്കിടെ മാറി മാറി നടക്കുമായിരുന്നു. ആദ്യം കിച്ചോൻ്റെ കയ്യിലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിലായിട്ട് പിന്നെ അമ്മമാരുടെ കയ്യിലേക്ക് മാറി മാറി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കാട്ടിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി വന്നിട്ട് കേട്ടോ, ഓരോ സെഷനായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഫസ്റ്റ് ടൈം പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കയറിങ്ങി പോകുന്നു കേട്ടോ. ഇവിടെ കുറേ കുതിര സവാരി ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 കുതിരകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കയറണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ അടുത്ത സെഷൻ ചെല്ലുമ്പോൾ അവിടെയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കയറിയില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങ് പോന്നു. പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുറേ കട എന്ന് വെച്ചാൽ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോ സെക്ഷൻ കടകൾ അടുപ്പിച്ചടുപ്പിച്ചാണ്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1-2 തൊപ്പിയും പിന്നെ ക്ലിപ്പ് അങ്ങനെ ടോയ്സ് അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളില്ല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അതിൽ നടന്നു. അതിലേക്ക് ചുറ്റിക്കറങ്ങി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അടുത്ത സെഷനിലോട്ട് പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കുണ്ടാറ ഡാം അങ്ങോട്ട് പോകാം. കുണ്ടാറ ഡാം അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അടുത്ത ഡാമിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവിടെ ഇങ്ങനെ ഓരോ ഇപ്പോൾ മൂന്നാറൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കടകളൊക്കെ കാണാമല്ലോ, കുഞ്ഞു പെട്ടിക്കട, അതായത് ബ്രെഡ് ഓംപ്ലേറ്റ്, മാഗി, പിന്നെ ചായ, അങ്ങനെ വലിയ കടകളൊന്നുമല്ല, കുഞ്ഞു കടകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവന് ചോളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലായാലും അവന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ചോളം. അപ്പം നമ്മൾ അവിടെ വന്ന് ചോളം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ പിന്നെ മാഗി കഴിച്ചു, പിന്നെ ചോളം വാങ്ങിച്ചു, പിന്നെ വേറെ എന്താ ഉപ്പിലിട്ട എന്താ ഐറ്റംസോ അങ്ങനെന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ അയ്യോ അങ്ങനെയില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചില്ല, ഇപ്പോൾ മാഗി കഴിച്ചില്ല, അത് നമ്മൾ എക്കോ പോയിൻറ്റിൻ്റെ അടുത്ത് നിന്നായിരുന്നു കേട്ടോ, മറന്നുപോയി. ഇതിപ്പോൾ ഡാമിൻ്റെ അങ്ങോട്ട് പോണതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മൾ കുണ്ടാറ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ തേയിലത്തോട്ടമാണ് കേട്ടോ. ഇവിടെ തേയിലത്തോട്ടമില്ല, മൂന്നാർ തേയിലത്തോട്ടമാണ് ഇത്. പക്ഷേ ഇവിടെ ഇങ്ങനെ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ, കുഞ്ഞു കമ്പുകളൊക്കെ ആയിട്ട് നട്ടിട്ടേ ഉള്ളൂ. അപ്പുറം സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ലപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ എന്തോ നട്ടിട്ടുള്ളൂ, അതുപോലെ ഇതിങ്ങനെ മലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ. പിന്നെ നമ്മളവിടെ വന്നു. അപ്പോൾ അകത്തേക്ക് കയറണമെങ്കിൽ പാസ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് നേരെ ഇനി താഴത്തേട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ താഴെ വന്നതിന് ശേഷം നമുക്കിനി വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോവുക. അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മൂന്നാർ വന്നെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും കുറച്ച് ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടൊന്നുമില്ല, അത്യാവശ്യം ഓക്കെയാണ്, തണുപ്പുണ്ട്. അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ചൂടൊന്നും പറയാൻ പറ്റില്ല. ക്ലൈമറ്റ് ഓക്കെയാണ്, ഒത്തിരി ചൂടുമില്ല ഒത്തിരി തണുപ്പുമില്ല. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ താഴത്തേട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് കാണുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്, പക്ഷേ വെള്ളം എനിക്ക് പേടിയുള്ളതാണ് കേട്ടോ. ഇവിടുന്ന് താഴത്തേട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ. പക്ഷെ നമ്മൾ ഒറിജിനൽ അവിടെ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ സത്യമാണ് നല്ല പേടിയുണ്ട്. ഇങ്ങനെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ്, പക്ഷേ എനിക്ക് വെള്ളം വെച്ച് പേടിയുള്ള ആളാണ് കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ആ പാലത്തിൻ്റെ അപ്പുറം വന്നു കേട്ടോ. അപ്പോൾ അപ്പുറം വന്നപ്പോൾ ഇവിടെ കുറേ സെക്ഷനുണ്ട്, ബോട്ടിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഉള്ള കുഞ്ഞു പാർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ പാസ് എടുക്കണം കേട്ടോ. എത്രയാണ് 20-30 അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. പിന്നെ ബാസ് എടുത്തു, നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ മാർച്ച് മാസം ആയതുകൊണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആൾക്കാരുണ്ടാവുമോ എന്നൊരു സംശയമായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞു ഊഞ്ഞാലുണ്ടായിരുന്നു, അമ്മയും അച്ചാമ്മയും മോനും കൂടെ പിന്നെ ഊഞ്ഞാലെ കയറിയിരുന്നേടെ. അത് കഴിഞ്ഞപ്പോൾ ഒരു പതുക്കെ ഞാനും കയറി. ആ മൊത്തത്തിലൊരു വൈബല്ലേ. കുറച്ച് നേരം ഞാനും അവിടെ നിന്ന് ഊഞ്ഞാലടി, ഇച്ചിക്കൂട്ടനെ എടുത്ത് അമ്മ മടിയിൽ വെച്ചു കേട്ടോ.
അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇച്ചിക്കുട്ട ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അവൻ വേറെ ഏതോ ലോകത്തായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛതി അവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയടാന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും മടി. ഇതിപ്പോൾ ഞങ്ങൾ അവിടുന്ന് മേലോട്ടേക്കും കയറി പോകുന്നതായിരുന്നു. അപ്പോൾ അവന് മടി വേണം. അപ്പോൾ അച്ഛനും മോനും കൂടി അവിടെ വടി തപ്പണയാണ് കേട്ടോ. വടിയാണ് ആൾക്ക് മെയിൻ. ഊഞ്ഞാലുകൾ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് ഇത് കണ്ടത്. അന്ന് ഇവിടെ നിന്ന് ആടാൻ കിച്ചോട്ടാന്ന് പറഞ്ഞ് ഞാൻ കയറി പച്ചേ ഞാനും ഉണ്ടെന്നും പറഞ്ഞ് ആൾ ഓടി കയറി വന്നു. കുറച്ച് നേരം അവിടെ നിന്ന് ഊഞ്ഞാലാട്ടം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി പോകുന്നു കേട്ടോ. ഇനി അടുത്ത സെഷൻ ചായയോടെയാണ് കേട്ടോ. ചിലപ്പോൾ വിചാരിക്കും ചായയോടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഞാനും വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചത് തന്നെ ചായയോടി മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ല, നമ്മൾ കുറേ സമയം ഇതിപ്പോൾ വീഡിയോയ്ക്കകത്ത് ഞാൻ കുറച്ച് സമയം കാണിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല സമയം നമ്മൾ ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ വാങ്ങിച്ചത്. ബ്രെഡ് ഓംലേറ്റും ചായയും ഞാൻ പിന്നെ സോഡാലയും കുടിച്ചു കേട്ടോ. അപ്പോൾ അതേ അവിടെ കുതിരയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കയറാനാണ് കിച്ചോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിക്കൂട്ടിന് തുടർന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിക്കൂട്ടൻ പോയി അതിന് തുടർന്നെയാണ്. അപ്പോൾ ഞാൻ കയറാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ കയറിയ തൊട്ട് മുന്നേ ഒരു ചേച്ചി അതിൻ്റെ മേളിൽ കയറിയിട്ട് അതിന് കരയണോ ചിരിക്കണോ എന്നുള്ള അവസ്ഥയായി പോയിട്ടോ. എനിക്കൊരു ഭയങ്കര എന്തോ പ്രയാസം പോലെ അയ്യോ എന്നൊരു ഇതായിപ്പോയി. അതിന് പേടിക്കുമായിരുന്നു അതിന് മേത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കി, വേണ്ട കയറണ്ട. ആ ചേച്ചി കയറിയപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ കയറുമ്പോൾ പിന്നെ നോക്കുകയും വേണ്ട. അതുകൊണ്ട് ആ ഒരു മോഹം ഞാനത് ഉപേക്ഷിച്ചു. വേണ്ട, എങ്ങാനും കുതിര അങ്ങനെ വിട്ടു പോയി ഞാനും കുതിര വേറെ സ്ഥലത്ത് കിടക്കേണ്ടി വരും. ഇങ്ങനെ ആ മോഹം അങ്ങ് വിട്ടു. ആയാലും നമുക്ക് കൗതുകം ഉണർത്താൻ വേണ്ടിയിട്ട് കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെക്കൻ എന്തൊക്കെയോ പിയോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ കടയിൽ കയറി അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ഷോപ്പൊന്നുമില്ല, എന്നാലും ഉണ്ട് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളും കടകളൊക്കെ ഉണ്ട്. നമ്മൾ മാട്ടുപ്പെട്ടി കണ്ട പോലെ അങ്ങനെ വലിയ കടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും മൊത്തത്തിൽ ഓക്കെ ആയിരുന്നു. ഡാമിൻ്റെയൊക്കെ അടുത്ത് നിങ്ങൾക്ക് പോകുന്ന കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങണമല്ലോ. മൂന്നാർ വന്നിട്ട് പിന്നെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താല്ലേ. അപ്പോൾ അവിടെ വാഗമരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് തേയിലത്തോട്ടത്തിൽ ഇറങ്ങി. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഈ ഒരു ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ ഉണ്ടാവേണ്ടത്. പക്ഷെ ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി കൊച്ചിനെയും കാണിച്ചു കൊടുത്ത് തേയിലങ്ങി ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ പോയി കറങ്ങിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. എന്ന് വെച്ചാൽ ഉള്ളിടത്തൊക്കെ കടകളിലേക്ക് കയറി നമ്മളും കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അവനെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെയും പിന്നെ ബ്രെഡ് റോസ്റ്റും പിന്നെ മജിയും അതും ഇതും എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചല്ലാതെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആർക്കും അങ്ങനെ വലിയ കാര്യമായിട്ട് വിശന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വൈകി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിൽക്കുന്ന ഒരു ഇതാണ് കണ്ടേ. പിന്നെ കുറച്ച് നേരം നമ്മൾ അതിലേക്കൊന്ന് കറങ്ങി അടിച്ചതിന് ശേഷം പിന്നെ നേരെ വണ്ടി തിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവനും വിറയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ചെക്കനെ ഇത്രയും ക്ലൈമറ്റിൽ ഭയങ്കര ഇതായിട്ട് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് എന്നാൽ കയറാം, ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരെ ചെക്കനെയും കൂട്ടിയിട്ട് പിന്നെ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറുവാണ്. ഏകദേശം ഒരു 5 മണി 5:30 6 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങ് ഇറങ്ങി പോന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളവിടെ ഇങ്ങ് ഇറങ്ങി കേട്ടോ. ചോക്ലേറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ താഴെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് കുറേ കടകളുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തി. പറയുന്ന ദിവസം പോയതേ അറിഞ്ഞില്ല കേട്ടോ. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിക്കൂടിന് പറ്റിയ സെറ്റർ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവന് പറ്റിയത് അങ്ങനെ ആദ്യമൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഓരം കണ്ടുപോയി ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇച്ചിരി ഭയങ്കര ഇഷ്ടമായി. ഒരു നേവി ബ്ലൂ കളർ ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അത് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിപ്പം മൊത്തത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയിൽ വെച്ചിട്ട് അത് ഇങ്ങനെ ഊർന്ന് പോവുക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്യൂട്ട് ആവണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അമ്മയ്ക്ക് ഇതേ ഒരു സെറ്റർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ആളിനെ ഒറ്റയും കാണാൻ പറ്റില്ല. ആൾ ഭയങ്കര കുഞ്ഞായി. അമ്മച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ അമ്മ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അമ്മച്ചിക്കും അത് വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ അമ്മച്ചിക്ക് ഞാൻ ചോക്ലേറ്റും തേയിലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കടയിൽ കയറി. അവിടെ നല്ല ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്നാ വാങ്ങിച്ചത് ചോക്ലേറ്റുകൾ വാങ്ങിച്ചു. പല ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ തേയില വാങ്ങിച്ചു.
അങ്ങനെ എന്തൊക്കെയോ സെക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി. ഞങ്ങൾക്കും അമ്മച്ചിക്കും വാങ്ങിച്ചു കൊടുത്തു, അമ്മയും വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത്? പിന്നെ തേയില വാങ്ങിച്ചു. കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു മലയാളി ചേട്ടൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര കമ്പനി ആയിട്ടാണ്, നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചും ക്യാരറ്റ് വാങ്ങിച്ചു. പിന്നെ അങ്കണവാടിയിലോട്ട് കൊണ്ടുപോകാമല്ലോ, നമുക്ക് അങ്കണവാടിയിലെ ക്യാരറ്റ് മെയിൻ ആണല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേട്ടും അങ്കണവാടിയിലേട്ടും ഒക്കെ നമ്മൾ അവിടെ നിന്ന് ക്യാരറ്റൊക്കെ വാങ്ങിച്ചു. പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേട്ടാണ് തിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി പോണ വഴിക്ക് ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഒരു അടിമാലിക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട്, അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അമ്മമാരെയൊക്കെ കൂട്ടി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.